മനോഹരമായൊരു കയ്യടിയാവാം പ്ലീസ്. ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ, എല്ലാവരുടെയും പേര് പറഞ്ഞതായി കണക്കാക്കുന്നു. ലോകത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്രൈവിൻ ബീച്ചാണ് മുഴപ്പിലങ്ങാട്. വന്നവർക്കറിയാം, എല്ലാ നിലയിലും അതിനിയും വികസിക്കുവാനുള്ള സാധ്യതകളുണ്ട്. നിരവധി വിദേശ സഞ്ചാരികൾ, ആഭ്യന്തര സഞ്ചാരികളൊക്കെ തന്നെ വലിയ നിലയിൽ ആകർഷിക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് മുഴപ്പിലങ്ങാട്. മുഴപ്പിലങ്ങാട് ഒട്ടേറെ വികസന പദ്ധതികൾ സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈ എടുത്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. സമയക്കുറവ് മൂലം ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. മുഴപ്പിലങ്ങാട് ബീച്ച് വികസന പദ്ധതി അതിന്റെ ഫൈനൽ സ്റ്റേജിലാണ്. നമുക്ക് 2025 തുടക്കത്തിൽ തന്നെ അത് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. റിവ്യൂ യോഗങ്ങളിലും നേരിട്ട് സൈറ്റ് വിസിറ്റിലും ഒക്കെ തന്നെ ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. മുഴപ്പിലങ്ങാട് ബീച്ചിന്റെ മാറ്റം പൊതുവെ ഇപ്പൊ തന്നെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ അത് വലിയ നിലയിലേക്ക് വൈറലായി. ഒരു ഡെസ്റ്റിനേഷൻ എന്നുള്ള നിലയിൽ മുഴപ്പിലങ്ങാട് കൂടുതൽ പ്രചാരം നേടാൻ വേണ്ടി പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഏതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും അത് വിജയകരമായി മാറുന്നത് അതിന്റെ ഹോസ്പിറ്റാലിറ്റി സൗകര്യങ്ങൾ കൂടി ഉണ്ടാകുമ്പോഴാണ്. 2021 മെയ് 20 ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, കോവിഡ് രൂക്ഷമായിരുന്നു. തൊട്ടടുത്ത വീട്ടിൽ പോലും നമുക്ക് പോകാൻ വേണ്ടി പറ്റാത്ത സ്ഥിതി ഉണ്ടാകുമ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോകുന്നത് ആലോചിക്കാൻ തന്നെ പറ്റാത്ത സ്ഥിതിയാണ്. അന്ന് ഞങ്ങൾ നടത്തിയ ഒരു പഠനത്തിൽ കേരളത്തിന്റെ ടൂറിസം മേഖല കൂടുതൽ വളരണമെങ്കിൽ മലബാർ ടൂറിസം മേഖല കൂടുതൽ മുന്നോട്ട് വരേണ്ടതുണ്ട് എന്ന് കണ്ടു. ഒരു പഠനം ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തുവിട്ടത്. 6% പേർ മാത്രമേ കേരളത്തിന് പുറത്തുനിന്ന് കേരളത്തിലേക്ക് വരുന്നവർ മലബാറിലെ ടൂറിസം മേഖലയിൽ എത്തുന്നുള്ളൂ എന്നുള്ളതാണ്. അതായത് 100 പേർ വന്നാൽ 6 പേർ മാത്രം, തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ. അപ്പൊ ഇത് ഒരു പ്രധാന പ്രശ്നമായി കണ്ടുകൊണ്ട് മലബാർ ടൂറിസത്തെ കൂടുതൽ വികസിപ്പിക്കാനുള്ള ഇടപെടലുകൾ അത് കേരള ടൂറിസത്തിന് പൊതുവെ ഗുണം ചെയ്യുന്ന നിലയിൽ വരുത്താനുള്ള ശ്രമമാണ് നടത്തിയത്. അതിൽ പ്രധാനപ്പെട്ട 2 പ്രശ്നങ്ങൾ, ഒന്ന് ആക്സസിബിലിറ്റിയും 2 ഹോസ്പിറ്റാലിറ്റിയുമാണ്. ആക്സസിബിലിറ്റിയിൽ നല്ല നല്ല റോഡുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. തീരദേശ ഹൈവേ, മലയോര ഹൈവേ ഒക്കെ ഇപ്പോൾ അതിന്റെ ഒരു പ്രധാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മലയാളിയുടെ ചിരകാല സ്വപ്നമായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ 6 വരി ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ കൂടി ഫണ്ടിങ്ങോടുകൂടി നടത്തുന്ന ഒരു ദേശീയപാത വികസനം തുടർച്ചയായ എല്ലാവരും ചേർന്നുകൊണ്ട്, ദേശീയപാത അതോറിറ്റി, കേരള സർക്കാർ ഒക്കെ ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടൽ, ആ ഇടപെടലിന്റെ ഫലമായി 2025 ഡിസംബറോടുകൂടി പൂർത്തീകരിക്കാനാകുമെന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കുക. ആക്സസിബിലിറ്റി പോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി ഒരു പ്രധാന വിഷയമാണ്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം 5 സ്റ്റാർ ഹോട്ടലുകളുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ്. PWD റെസ്റ്റ് ഹൗസുകൾ ഉൾപ്പെടെ ഓൺലൈൻ ബുക്കിങ്ങും കൂടുതൽ സൗകര്യങ്ങളും വന്നതോടുകൂടി സഞ്ചാരികൾക്ക് എത്തിപ്പെടാൻ മലബാർ ടൂറിസത്തെ വികസിപ്പിക്കാൻ അത് ഏറെ സഹായകരമായി മാറിയിട്ടുണ്ട്. മുഴപ്പിലങ്ങാട് എടുത്ത് പരിശോധിച്ചാൽ മുഴപ്പിലങ്ങാടിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഹോസ്പിറ്റാലിറ്റിയിലാണ്. ഇതിനെ മറികടക്കാൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. KTDCയുടെ തന്നെ ഒരു റിസോർട്ട് അതിന്റെ പ്രവൃത്തി നടക്കുന്നുണ്ട്, അന്തിമഘട്ടത്തിലാണ്. ഇതോടൊപ്പം പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ വലിയ നിലയിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്നു. സ്വകാര്യ നിക്ഷേപകരെ ഈ മേഖലയിൽ വലിയ നിലയിൽ ആവശ്യമുണ്ട്. അത്തരം ഒരു സ്വകാര്യ നിക്ഷേപ പദ്ധതിയുടെ പ്രഖ്യാപനം ഇവിടെ നിർവഹിക്കാൻ കഴിഞ്ഞതിലേറെ സന്തോഷമുണ്ട്. ഇസൽ എന്ന ലക്ഷറി റിസോർട്ട് പദ്ധതിയുടെ ഔപചാരികമായ പ്രഖ്യാപനം വളരെ സന്തോഷത്തോടുകൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു. സർക്കാരിന്റെ മുൻകൈക്കൊപ്പം സ്വകാര്യ നിക്ഷേപം കൂടി ചേർന്നാണ് കേരള ടൂറിസം ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. കോവിഡിന് ശേഷം കൂടുതൽ ബുക്കിംഗ് നടന്നത് കേരളത്തിലെ ഡെസ്റ്റിനേഷനുകളിലെ ഹോട്ടലുകളിലാണെന്ന് പല പഠന റിപ്പോർട്ടുകളും ചൂണ്ടിക്കാട്ടുന്നു. ഇപ്പോ ഈ തൊട്ടടുത്ത ദിവസം
ബേക്കലിൽ ഒരു വൻകിട ഹോട്ടൽസ് ഗ്രൂപ്പിന്റെ സംരംഭം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. അത് ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യം, ആ ഒരു പഞ്ചായത്ത് 3 5 സ്റ്റാർ ഹോട്ടലുകളാണ് ഒരൊറ്റ പഞ്ചായത്ത് നമ്മുടെ കേരളത്തിൽ. അത് ഒരു പ്രത്യേകതയാണ്. അപ്പൊ ആളുകൾ വീണ്ടും വീണ്ടും അവിടെ ഹോട്ടൽ സമുച്ചയം കൊണ്ടുവരാൻ തയ്യാറാകുന്നത് നല്ല നിലയിൽ അതിനെ പോസിറ്റീവായി സമൂഹം എടുക്കുന്നു എന്നുള്ളതുകൊണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് സ്വകാര്യ നിക്ഷേപത്തിന് വലിയ മുൻതൂക്കം നൽകുന്ന ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് ടീം ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഒക്കെ ടൂറിസം മേഖലയിൽ നടത്തി അതിന്റെ ഒരു റിസൾട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഫലം വരുന്ന ഒരു വർഷം 2025 ആയിരിക്കും. ആ ഘട്ടത്തിലാണ് അതിൽ കൂടി കടന്നെത്തുന്നു എന്നുള്ളത് വളരെ സന്തോഷകരം. നമുക്ക് ഇനിയും മുന്നോട്ട് പോകാം. മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല. ഇവിടെ ഈ ഒത്തുചേരലിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് സന്തോഷം പങ്കുവെക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ, എല്ലാവർക്കും പുതുവത്സരാശംസകൾ. 2025 സന്തോഷത്തിന് ദുഃഖത്തെക്കാൾ ഭൂരിപക്ഷം നിറഞ്ഞ വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല. നന്ദി, നമസ്കാരം.